എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പാകിസ്ഥാൻ ടീമിന്റെ പരാജയത്തിലും ഇന്ത്യൻ ടീമിന്റെ ഗംഭീര പ്രകടനത്തിലും നിങ്ങൾ സന്തുഷ്ടരാണെങ്കിൽ ഈ വാർത്ത നിങ്ങളെ ശരിക്കും കോരിത്തരിപ്പിക്കും. T20 ലോകകപ്പിൽ നിന്നും പുറത്തായതിനു പിന്നാലെ പാകിസ്ഥാന്റെ മുൻ നായകൻ ബാബർ അസം പൊട്ടിക്കരയുന്നതും പോകുന്ന പോക്കിൽ ഇന്ത്യയെക്കുറിച്ച് കേട്ടാൽ ആരും അമ്പരന്നു പോകുന്ന ഒരു പ്രസ്താവന നടത്തുന്നതുമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ആകെ പിടിച്ചുകുലുക്കുന്നത്. 2026 ലോകകപ്പിൽ നിരവധി ആവേശകരമായ മത്സരങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്നാൽ ശ്രീലങ്കയിലെ പല്ലക്കലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പാകിസ്ഥാനും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന സൂപ്പർ ഈറ്റ് പോരാട്ടം ഒരൊറ്റ രാജ്യത്തെ മാത്രമല്ല 3 രാജ്യങ്ങളിലെ ക്രിക്കറ്റ് ആരാധകരെയാണ് മുൾമുനയിൽ നിർത്തിയത്. ഇംഗ്ലണ്ട് ടീം പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ചവിട്ടിയരച്ചുകൊണ്ട് T20 ലോകകപ്പിന്റെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. ടോസ് നേടിയ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഘ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചതോടെയാണ് നാടകീയ രംഗങ്ങൾക്ക് തുടക്കമായത്. സാഹിബ്സാദ ഫർഹാനും സാം അയ്യൂബും ചേർന്ന് മികച്ച തുടക്കമാണ് പാകിസ്ഥാന് നൽകിയത്. പവർ പ്ലേയിൽ ഫർഹാൻ കവർ ഡ്രൈവുകളിലൂടെയും പുൾ ഷോട്ടുകളിലൂടെയും ഇംഗ്ലീഷ് ബൌളർമാരെ അതിർത്തി കടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ 3-ാം ഓവറിൽ 7 റൺസ് എടുത്ത സാം അയ്യൂബിനെ പാകിസ്ഥാന് നഷ്ടമായി. പിന്നാലെ എത്തിയ ക്യാപ്റ്റൻ സൽമാൻ ആഘ വെറും 5 റൺസ് എടുത്ത് മടങ്ങിയതോടെ സ്കോർ 2-27 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. തുടർന്ന് ക്രീസിലെത്തിയത് സാക്ഷാൽ ബാബർ അസമായിരുന്നു. ഒരു വശത്ത് ഫർഹാൻ സ്പിന്നർമാരെ കടന്നാക്രമിച്ച് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ മറുവശത്ത് ബാബർ അസം T20 മത്സരം കളിക്കുന്നതിന് പകരം ഒരു ഏകദിന ശൈലിയിലാണ് ബാറ്റ് വീശിയത്. വെറും ക്ലാസിക് ഷോട്ടുകളിൽ മാത്രം ഒതുങ്ങി നിന്ന ബാബർ 24 പന്തുകളിൽ നിന്ന് 25 റൺസ് മാത്രമെടുത്ത് 10-ാം ഓവറിൽ കൂടാരം കയറി. പിന്നീട് വന്ന ഫക്കർ സമാൻ 16 പന്തിൽ 25 റൺസ് എടുത്ത് സ്കോറിംഗിന് വേഗം കൂട്ടി. 7 ഫോറുകളും 2 സിക്സറുകളും ഉൾപ്പെടെ 63 റൺസ് നേടിയ ഫർഹാൻ 15-ാം ഓവറിൽ പുറത്തായതോടെ പാകിസ്ഥാന്റെ മധ്യനിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. 11 പന്തിൽ 23 റൺസ് നേടി ഷദാബ് ഖാൻ പൊരുതി നോക്കിയെങ്കിലും നിർഭാഗ്യവശാൽ അദ്ദേഹം റണ്ണൌട്ടായി. അവസാന ഓവറുകളിൽ ഇംഗ്ലണ്ടിന്റെ ജോഫ്ര ആർച്ചറും സാം കരണും എറിഞ്ഞ തീപ്പൊരി യോർക്കറുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പാകിസ്ഥാൻ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസിൽ ഒതുങ്ങി. 165 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ടിന്റെ തുടക്കം ഒരു പേടി സ്വപ്നം പോലെയായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ ഷഹീൻ അഫ്രീദിയുടെ തീ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി ഓപ്പണർ ഫിൽ സോൾട്ട് റണ്ണൊന്നും എടുക്കാതെ മടങ്ങി. വലിയ ഇന്നിംഗ്സ് പ്രതീക്ഷിച്ചിരുന്ന ജോസ് ബട്ട്ലറും വെറും 2 റൺസിന് പുറത്തായതോടെ ഇംഗ്ലണ്ട് കടുത്ത സമ്മർദ്ദത്തിലായി. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന്റെ സംഹാരതാണ്ഡവമായിരുന്നു. തുടക്കത്തിൽ ശ്രദ്ധയോടെ കളിച്ച് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത ബ്രൂക്ക് പിന്നീട് പാക് ബോളർമാരെ തലങ്ങും വിളങ്ങും പ്രഹരിക്കാൻ തുടങ്ങി. പവർ പ്ലേയിൽ തന്നെ റൺ റേറ്റ് ഉയർത്തിയ ബ്രൂക്കിന് പിന്തുണയ്ക്കെത്തിയ ജേക്കബ് ബെത്തൽ 8 റൺസിനും ടോം ബാന്റൺ 2 റൺസിനും പുറത്തായെങ്കിലും ബ്രൂക്ക് കുലുങ്ങിയില്ല. മധ്യ ഓവറുകളിൽ 16 റൺസ് നേടി സാം കരൺ മികച്ച പിന്തുണ നൽകി. സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിച്ച് വെറും 51 പന്തുകളിൽ നിന്ന് 10 ഫോറുകളും 4 പടുകൂറ്റൻ സിക്സറുകളും സഹിതം നേടിയ ഹാരി ബ്രൂക്കിന്റെ 100 റൺസ് T20 ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്നായി മാറി. വിൽ ജാക്സും വേഗത്തിൽ റൺ കണ്ടെത്തിയെങ്കിലും അവസാന ഓവറുകളിൽ മുഹമ്മദ് നവാസും ഉസ്മാൻ താരിഖും വിക്കറ്റുകൾ വീഴ്ത്തി പാകിസ്ഥാന് നേരിയ പ്രതീക്ഷ നൽകി. 18.6 ഓവറിൽ ബ്രൂക്ക് പുറത്തായെങ്കിലും ജോഫ്ര ആർച്ചർ ഒരു തകർപ്പൻ ബൗണ്ടറിയിലൂടെ ഇംഗ്ലണ്ടിന് 2 വിക്കറ്റിന്റെ ആവേശജയം സമ്മാനിച്ചു. ഇതോടെ ഇംഗ്ലണ്ട് സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ പാകിസ്ഥാന്റെ ലോകകപ്പ് മോഹങ്ങൾ അവസാനിച്ചു. എന്നാൽ മത്സരത്തിന് ശേഷമുള്ള ബാബർ അസമിന്റെ പ്രതികരണമാണ് ഏവരെയും ഞെട്ടിച്ചത്. കണ്ണീരണിഞ്ഞുകൊണ്ട് ബാബർ പറഞ്ഞു, ഈ തോൽവിയെ വിശേഷിപ്പിക്കാൻ എന്റെ പക്കൽ വാക്കുകളില്ല. ഇംഗ്ലണ്ടിനെതിരെ 164 റൺസ് പ്രതിരോധിക്കാൻ കഴിയാത്തതിന് ഞങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ. ഹാരി ബ്രൂക്കിന്റെ നിർണായകമായ ക്യാച്ച് ഞങ്ങൾ നിലത്തിട്ടു. ഞങ്ങളുടെ ബോളിംഗ് വളരെ മോശമായിരുന്നു. മുൻനിര താരങ്ങൾ റൺ കണ്ടെത്താത്തപ്പോൾ ആരെയാണ് കുറ്റപ്പെടുത്തുക? എന്നാൽ ഇതിനെല്ലാം അപ്പുറം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ടീമിനോടേറ്റ പരാജയം ഞങ്ങളുടെ ടീമിന്റെ മനോവീര്യം പൂർണ്ണമായും തകർത്തിരുന്നു. ഇന്ത്യയോട് തോറ്റിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ എല്ലാ മത്സരങ്ങളും ജയിക്കുമായിരുന്നു. ഇന്ന് ഇംഗ്ലണ്ടിനോട് പോലും തോൽക്കേണ്ട ഗതി വന്നത് അതുകൊണ്ടാണ്. സ്വന്തം ടീമിന്റെ പോരായ്മകൾ മറച്ചുവെക്കാൻ ഇന്ത്യൻ ടീമിനെ പഴിചാരുന്ന ബാബറിന്റെ ഈ വാക്കുകൾ കേട്ട് ക്രിക്കറ്റ് ലോകം അമ്പരന്നിരിക്കുകയാണ്. യാഥാർത്ഥ്യമെന്തെന്നാൽ ലോകകപ്പ് വേദിയിൽ ബാബർ അസം ഒരു തികഞ്ഞ ഫ്ലോപ്പ് ബാറ്റ്സ്മാനായി മാറിയിരിക്കുന്നു. T20 മത്സരത്തിൽ ഏകദിന ശൈലിയിൽ ബാറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ യാതൊരു വിലയുമില്ല. ക്യാപ്റ്റൻസി ഒഴിഞ്ഞിട്ടും സ്വന്തം ബാറ്റിംഗിൽ ഒരു പുരോഗതിയും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ ടീമിന് എപ്പോഴും അവസാന പന്തുവരെ പൊരുതി ജയിക്കാമെന്നൊരു അമിത വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ വിജയത്തിനരികിൽ വന്ന് കളി കൈവിട്ടു പോയതിന്റെ നിരാശ ബാബറിന്റെ മുഖത്ത് വ്യക്തമായിരുന്നു. ദാബർ തേക്കൂ ബാബറിനെ മായ്ക്കൂ എന്ന ഹിന്ദി പഴഞ്ചൊല്ലുപോലെ ഈ ദയനീയ പ്രകടനത്തോടെ T20 ലോകകപ്പിൽ ബാബറിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ആരാധകർ പറയുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ യാത്ര ഏറെക്കുറെ അവസാനിച്ചു. നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ,
ഒരു വേള അത്ഭുതങ്ങൾ സംഭവിച്ച് പാകിസ്ഥാൻ ഫൈനലിലെത്തുകയും അവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സ്വപ്ന ഫൈനൽ നടക്കുകയും ചെയ്താൽ ആരായിരിക്കും ആ കിരീടം സ്വന്തമാക്കുക? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.